ഹായ്, എജിസ് പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട ചില മിത്തുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. മിത്തുകൾ എന്താണെന്നും അതുപോലെ തന്നെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ മിത്ത് എന്ന് പറയുന്നത് സയൻസ് സബ്ജക്റ്റ് എടുത്ത് പഠിച്ച കുട്ടികൾ മാത്രമേ അവരുടെ കരിയറിൽ വിജയിച്ചിട്ടുള്ളൂ എന്നാണ് ചില ആളുകൾ ഇപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അവർ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവർ ചൂസ് ചെയ്തിട്ടുള്ളത് കൊമേഴ്സും അതുപോലെ തന്നെ ആർട്സ് സബ്ജക്റ്റുകളുമാണ്. നമുക്കറിയാം, ഇപ്പം ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അതുപോലെ തന്നെ ലോയേഴ്സ്, അതുപോലെ തന്നെ ജേർണലിസ്റ്റ്, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുകൾ, ഇവരൊന്നും സയൻസ് സബ്ജക്റ്റ് എടുത്തിട്ടല്ല എന്ത് ചെയ്തിട്ടുള്ളത് അവരുടെ കരിയറിലേക്ക് അല്ലെങ്കിൽ അവരുടെ കരിയറിൽ വിജയം വരിച്ചിട്ടുള്ളത് എന്നതാണ്. അപ്പം അതുകൊണ്ട് തെറ്റായ ഒരു ധാരണയാണ് സയൻസ് സബ്ജക്റ്റ് എടുത്ത് പഠിച്ച ആളുകൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്നുള്ളത്. ഇനി രണ്ടാമത്തെ മിത്ത് എന്ന് പറയുന്നത് ഹൈ മാർക്സ് ഗ്യാരണ്ടി സക്സസ്. ഇപ്പം SLCക്കും +2-നൊക്കെ നല്ല മാർക്ക് വാങ്ങിയ ആളുകളാണ് അവരുടെ കരിയറിൽ വിജയിച്ചത് എന്ന് നമുക്ക് ചില ആളുകളുടെ ധാരണ അങ്ങനെയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്ന അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കൂടുതൽ മാർക്ക് കിട്ടിയ ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറേ ഉണ്ടാവും, അല്ലേ? കൂടുതൽ മാർക്ക് കിട്ടിയ ആളുകൾക്ക് അഡ്മിഷൻ കിട്ടാനൊക്കെ ഈസി ആയിരിക്കും. പക്ഷേ കൂടുതൽ മാർക്ക് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ സ്കില്ലും കൂടെ നമ്മൾ സ്കില്ലും കൂടെ നമ്മൾ വളർത്തുകയാണെങ്കിൽ അവരാണ് എന്ത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വിജയിക്കുന്ന ആളുകളായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി എക്സാമിനേഷനിൽ 98% മാർക്ക് വാങ്ങി, അതുപോലെ തന്നെ മറ്റൊരു കുട്ടി 70% മാത്രമേ മാർക്ക് വാങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഈ 70% മാർക്ക് വാങ്ങിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് അവൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ തന്നെ അവൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇതെല്ലാം അവന് ആ 98% മാർക്ക് കിട്ടിയ കുട്ടിയേക്കാൾ കൂടുതലാണ് എങ്കിൽ തീർച്ചയായിട്ടും രണ്ടാളും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആരാണ് പെട്ടെന്ന് പ്രൊമോട്ട് ചെയ്യപ്പെടുക? കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടിയാണോ? അല്ല, ഒരിക്കലും അല്ല. നേരെ മറിച്ച് സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പേഴ്സണാലിറ്റി അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ കൂടുതലുള്ള ആ കുട്ടിയായിരിക്കും എന്ത് ചെയ്യുക, ആ കമ്പനിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടാൻ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇതാണ് രണ്ടാമത്തെ മിത്ത് എന്ന് പറയുന്നത്, കൂടുതൽ മാർക്ക് വാങ്ങിയ ആളുകൾ കൂടുതൽ സക്സസ്ഫുൾ ആവും എന്നുള്ള ഒരു തെറ്റായ ധാരണ. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഈസ് ദ ബെസ്റ്റ് കരിയർ എന്നുള്ളതാണ്. എഞ്ചിനീയറിംഗ് എടുക്കുന്ന ആളുകളാണ് കരിയറിലെ നല്ല ഒരു ശതമാനം ആളുകൾ, അല്ലെങ്കിൽ അവരായിരിക്കും ഏറ്റവും കൂടുതൽ സാലറി ഏൺ ചെയ്യുന്നത് വിജയിച്ച ആളുകൾ എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഈസ് ദ വൺ ഓഫ് കരിയർ എമംഗ് ഹൺഡ്രഡ്സ്, അല്ലേ? ഒരു 100ഓളം വരുന്ന കോഴ്സുകളിൽ അല്ലെങ്കിൽ കരിയറുകളിൽ ഒന്ന് മാത്രമാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്, അല്ലേ? എന്നാൽ മെനി എഞ്ചിനീയേഴ്സ് ലേറ്റർ ബിക്കം IAS ഓഫീസേഴ്സ്. എന്നാൽ പല എഞ്ചിനീയേഴ്സും എന്ത് ചെയ്യുന്നു, അവർ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഒന്നുകിൽ IAS എന്നുള്ള കരിയർ തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നു, മാറുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നു, ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അവർ ബിസിനസ് മേഖലയിലേക്ക് തിരിയുന്നു. മറ്റു ചില ആളുകൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ മേഖലയിലേക്ക് തിരിയുന്നു. മറ്റു ചില ആളുകൾ ടീച്ചിങ്ങിൻ്റെ മേഖലയിലേക്ക് തിരിയുന്നു. അതുപോലെ തന്നെ മറ്റു ചില ആളുകൾ എന്ത് ചെയ്യുന്നു, യൂട്യൂബേഴ്സായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പം എഞ്ചിനീയറിംഗ് മാത്രമല്ല ബെസ്റ്റ് കരിയർ എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അത് 100-ൽ 1 മാത്രമാണ് എന്നുള്ളതാണ്. ഇനി നാലാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് എന്താണ്, ഗവൺമെൻറ് ജോബ്സ് ആർ ദ ഓൺലി സേഫ് ജോബ്സ്. അതായത് ഗവൺമെൻറ്റിൽ ജോലി കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ജോബ് എന്ന് ചില ആളുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ ധാരണ അതാണ്, അല്ലേ? നമ്മൾ ഇന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് കമ്പനീസ് അതുപോലെ തന്നെ സ്റ്റാർട്ടപ്സ് ഒക്കെ IT മേഖലയിലായിക്കോട്ടെ, ഹെൽത്ത് കെയറിൻ്റെ മേഖലയിലായിക്കോട്ടെ, AI-യുടെ മേഖലയിലായിക്കോട്ടെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലായിക്കോട്ടെ, അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല കരിയർ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഗവൺമെൻറ് സെക്ടറിൽ മാത്രമല്ല പ്രൈവറ്റ് സെക്ടേഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഐ മസ്റ്റ് ചൂസ് വാട്ട് മൈ ഫ്രണ്ട്സ് ചൂസ്, അല്ലേ? അതെന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, യുവർ കരിയർ ഈസ് യുവർ ലൈഫ്, യുവർ ഫ്രണ്ട്സ് ഇൻട്രസ്റ്റ് മേ നോട്ട് ബി യുവർ ഇൻട്രസ്റ്റ്. പലപ്പോഴും പല കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സ് ഏതാണ് എടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേഖലയിലേക്ക് തിരിയുന്നു എന്നുള്ളതാണ്.
അപ്പൊ അങ്ങനെ തിരിയുന്ന സമയം അല്ലെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യുന്നതിന് മുന്നേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഫ്രണ്ടിന്റെ ഇൻട്രസ്റ്റ് അല്ല എൻ്റെ ഇൻട്രസ്റ്റ്, എൻ്റെ ഫ്രണ്ടിന്റെ പാഷൻ അല്ല എൻ്റെ പാഷൻ, എൻ്റെ ഫ്രണ്ടിന്റെ ഹോബി അല്ല എൻ്റെ ഹോബി. അതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പൊ അവൻ അല്ലെങ്കിൽ അവൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് അതുപോലെ തിരഞ്ഞെടുക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, അവരുടെ ഇൻട്രസ്റ്റ് അല്ല നമ്മളുടേത്, അവരുടെ പാഷൻ അല്ല നമ്മളുടേത്, അവരുടെ എബിലിറ്റി അല്ല നമ്മളുടേത്. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഓരോ കരിയറും തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പം ഇത്രയും പറഞ്ഞിട്ടുള്ള എന്താണ് കരിയറിന്റെ മേഖലയിലുള്ള മിത്ത് എന്താണെന്നും അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുക. ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഭാവി നേരുന്നു. നന്ദി.